ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫയർബേസ് എന്താണ്, അതെങ്ങനെയാണ് നമ്മുടെ ഒരു റിയാക്ട് പ്രൊജക്റ്റിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്താ ഫയർബേസ് നോക്കാം. ബേസിക്കലി ഇതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബാക്ക് ആൻഡ് ആസ് എ സർവീസ് പ്ലാറ്റ്ഫോം പ്രൊവൈഡഡ് ബൈ ഗൂഗിൾ. അപ്പം എന്താണ് ബാക്ക് ആൻഡ് ആസ് എ സർവീസ് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ ഒരു മെയിൻ സ്റ്റാക്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രൊജക്ട് എടുക്കാം. ഇപ്പൊ നമുക്കൊരു വെബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ എന്തിനാണെങ്കിലും ഒരു ഫ്രണ്ട് എൻഡും ഒരു ബാക്ക് എൻഡും ഉണ്ടാവും അല്ലെ. ഇപ്പോൾ ബാക്ക് എൻഡിലാണെങ്കിൽ നമ്മൾ ഡാറ്റാബേസ്, ഇപ്പൊ SQL ഡാറ്റാബേസോ നോൺ SQL ഡാറ്റാബേസോ, അത് നമ്മൾ ഒരു ഡാറ്റാബേസ് ഉണ്ടാവും റിയൽ ടൈം ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മെയിൻ സ്റ്റാക്ക് എടുക്കുവാണെങ്കിൽ ഇവിടെ എക്സ്പ്രസിന്റെ ഫ്രെയിംവർക്കും Node.js എല്ലാം യൂസ് ചെയ്തിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം അതുപോലെ തന്നെ ഇപ്പൊ ഫ്രണ്ട് എൻഡ് ആയിട്ട് റിയാക്റ്റും യൂസ് ചെയ്യും. ഫയർബേസിലേക്ക് വരുന്ന സമയത്ത് ഈ കോംപ്ലക്സ് ആയിട്ടുള്ള സെർവർ ഇൻഫ്രാസ്ട്രക്ചർ ഈ ഫയർബേസ് തന്നെ മാനേജ് ചെയ്തോളും. അതിപ്പോ രണ്ട് കേസിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് വെബ് ആപ്ലിക്കേഷൻ ആണെങ്കിലും മൊബൈൽ ആപ്ലിക്കേഷൻ ആണെങ്കിലും, അതായത് ഇപ്പൊ ബാക്ക് എൻഡിൽ നമ്മൾ ചെയ്യുന്ന ഒതന്റിക്കേഷൻ ആണെങ്കിലും ഹോസ്റ്റിംഗ്, അതുപോലെ തന്നെ ഡാറ്റാബേസ് റിയൽ ടൈം ഡാറ്റാബേസ് മാനേജ്മെന്റ് എല്ലാം ഈ ഒരു ഫയർബേസ് തന്നെ മാനേജ് ചെയ്തോളും. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വാട്സപ്പ് ഈ ഒരു ഫയർബേസ് റിയൽ ടൈം ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നുണ്ട് അവരുടെ ചാറ്റ് ഇൻസ്റ്റന്റ് ആയിട്ട് സിൻക്രണൈസ് ചെയ്ത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ക്ലിയർ ആയില്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ബാക്ക് എൻഡ് നമ്മളായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട. രണ്ടിനും രണ്ട് അഡ്വാൻറ്റേജ് ആണ് കേട്ടോ ഉള്ളത്. അതായത് നമ്മളിപ്പോ നമ്മളായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഇപ്പൊ ഏതെങ്കിലും ബാക്ക് എൻഡ് ടെക്നോളജി PHP-യോ പൈത്തണോ, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സ്പ്രസ് നോഡോ ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ബാക്ക് എൻഡ് എന്തായിരിക്കും, എല്ലാം നമ്മുടെ കയ്യിലായിരിക്കും. നമുക്ക് ഒന്നും കൂടെ കസ്റ്റമൈസബിൾ ആയിരിക്കും. പക്ഷെ നമ്മളൊരു ചെറിയ ആപ്ലിക്കേഷൻ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ബാക്ക് എൻഡ് നമുക്ക് കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ഒന്നും മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫയർബേസ് യൂസ് ചെയ്യാം. അപ്പോൾ രണ്ടിനും അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്നൊന്നിനെ വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും നമ്മുടെ യൂസ് കേസ് ആണ് ഏതൊരു പ്ലാറ്റ്ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്, ഏത് ഫ്രെയിംവർക്കാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ, അപ്പൊ ബേസിക്കലി ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒതന്റിക്കേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ യൂസർ ഡാറ്റ, ഇപ്പൊ ഡാറ്റാബേസ് മാനേജ്മെന്റ്, ഡാറ്റ അഡീഷൻ, അതുപോലെ തന്നെ അപ്ഡേഷൻ കാര്യങ്ങളെല്ലാം ഈ ഒരു ഫയർബേസ് ത്രൂ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ഫയർബേസ് കൺസോൾ എന്ന് സെർച്ച് ചെയ്യുക. അവിടെ നമുക്ക് സൈൻ അപ്പ് ഓപ്ഷൻ കാണിക്കും. അപ്പൊ ഞാൻ ഓൾറെഡി എന്റെ മെയിൽ ID വെച്ച് സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യണം, ഫയർബേസ് പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ റിയാക്ട് ഫയർബേസ് പ്രൊജക്ട് നെയിം ആണ് കൊടുക്കുന്നത്. റിയാക്ട് ഫയർബേസ് ട്യൂട്ടോറിയൽ എന്നാണ് പ്രൊജക്ട് നെയിം കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് അക്സെപ്റ്റ് ചെയ്യുക പോളിസീസ്. പിന്നെ എനിക്ക് അനലിറ്റിക്സ് തൽക്കാലം ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് ഡിസേബിൾ ചെയ്തിട്ട് പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്ത് ഒരു 1 സെക്കൻഡ് അല്ലെ 2 സെക്കൻഡ് എടുക്കും കേട്ടോ പ്രൊജക്ട് ക്രിയേറ്റ് ആവാൻ. ഓക്കെ, അപ്പൊ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഇപ്പം ആപ്പിൾ, ആൻഡ്രോയിഡ്, വെബ് ആപ്ലിക്കേഷൻ എല്ലാ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെബ് ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാനൊരു വെബ് ആപ്പ് ഓപ്ഷൻ ചൂസ് ചെയ്യുവാണ്. ഇനി നമ്മുടെ ആപ്ലിക്കേഷനെ രജിസ്റ്റർ ചെയ്യണം. അഗെയിൻ ആപ്ലിക്കേഷന് നെയിം കൊടുക്കുക. ഞാൻ സെയിം നെയിം തന്നെയാണ് കൊടുക്കുന്നത്, റിയാക്ട് ഫയർബേസ് ട്യൂട്ടോറിയൽ എന്ന് കൊടുക്കുന്നു. ഞാൻ ഈ വീഡിയോ രണ്ടായിട്ടാണ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒതന്റിക്കേഷനും അതുപോലെ തന്നെ കേർഡ് ഓപ്പറേഷൻ, അതായത് ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് ആണ് നോക്കുന്നത്. നാളത്തെ വീഡിയോയിൽ ഞാൻ ഇതിന്റെ റൂൾസും അതുപോലെ തന്നെ ഫയൽ അപ്ലോഡ് ചെയ്യുന്നതും ഹോസ്റ്റിങ്ങും എങ്ങനെയാന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഹോസ്റ്റിംഗ് ഞാൻ തൽക്കാലം ചെയ്യുന്നില്ല, ആപ്പ് രജിസ്റ്റർ ചെയ്യാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് അവർ പറയുന്നത് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഈ ഒരു ഫയർബേസിനെ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോയിൽ പോയിട്ട് ഫസ്റ്റ് ഒരു വീക്ക് പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വിഷ്വൽ സ്റ്റുഡിയോയിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. റിയാക്ട് ഫയർബേസ് ട്യൂട്ടോറിയലിന് കോഡ് ഓഫ് കോഴ്സ് ഞാൻ ഷെയർ ചെയ്തേക്കാം കേട്ടോ. ഞാൻ വെയിറ്റ് യൂസ് ചെയ്തിട്ട് ഒരു റിയാക്ട് പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. സെയിം പാക്കേജ് നെയിം സെയിം കൊടുക്കുന്നു. റിയാക്ട് ചൂസ് ചെയ്യുക, ജാവാസ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുക. ഇത് ഞാനതൊന്ന് ക്ലിയർ ചെയ്യുവാണ്. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഡിപ്പെൻഡൻസീസ് ഇൻസ്റ്റാൾ ചെയ്യണം. npm ഇൻസ്റ്റാൾ. ഇനി എനിക്ക് ഈ പ്രൊജക്ടിന് ടെയിൽവിൻ CSS ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ടെയിൽവിൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുവാണ്. ടെയിൽവിൻ ഇൻസ്റ്റാൾ ആയി.
ടെയിൽവിൻഡിന്റെ കോൺഫിഗറേഷൻ ഇനിഷ്യലൈസ് ചെയ്യുകയാണ്. ഇനി ഞാൻ പറയാൻ വിട്ടു ഒരു കേസ് ഉണ്ട്. നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു സിമ്പിൾ യൂസർ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അതായത് ഒരു യൂസറിനെ ആഡ് ചെയ്യുന്നത്, അപ്ഡേറ്റ് ചെയ്യുന്നത്, ഡിലീറ്റ് ചെയ്യുന്നത്. നമ്മുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഫയർബേസ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പം ഒരു സിമ്പിൾ യൂസർ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. സോ അതെനിക്ക് റൗട്ടർ ഡോം വേണം. റിയാക്ട് റൗട്ടർ ഡോമും കൂടെ ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ. ഇനി ഫൈനലി നമ്മൾ ആ വെബ്സൈറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അതായത് നമുക്ക് npm യാണോ യൂസ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ npm യൂസ് ചെയ്തിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. കമാൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, npm ഇൻസ്റ്റാൾ ഫയർബേസ്. ഞാൻ അഗൈൻ ഇതൊന്ന് ക്ലിയർ ചെയ്യുവാണ്. ഫയർബേസ് ഇൻസ്റ്റാൾ. നമുക്ക് ആവശ്യമുള്ള പാക്കേജസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. package.json ഫയലിൽ പോയി ചെക്ക് ചെയ്ത ഫയർബേസ്, റിയാക്ട് റൗട്ടർ ഡോം എല്ലാം വന്നിട്ടുണ്ട്. ടെയിൽവിൻഡും അതുപോലെ തന്നെ വൈറ്റ്, നമുക്ക് ആവശ്യമുള്ള എല്ലാ ഡിപെൻഡൻസീസും ഡിപെൻഡൻസീസും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എഗെയിൻ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കോൺഫിഗറേഷനെ ഇനിഷ്യലൈസ് ചെയ്യണം. ഇത് ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. ആദ്യം നമുക്ക്, അതായത് നിങ്ങൾ എന്റെ API കീ യൂസ് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ സ്വന്തമായിട്ട് API കീ, അതായത് പ്രൊജക്ട് ജനറേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവരൊരു API കീ, ഡൊമൈൻ, പ്രൊജക്ട് ID ഡീറ്റെയിൽസ് ഒക്കെ തരും. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ പോയി പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു API കീ ഒക്കെ ജനറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ കോൺഫിഗ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ അകത്ത് ഫയർബേസ് ഡോട്ട് ഒരു ജാവാസ്ക്രിപ്റ്റിന്റെ ഫയൽ ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു കോൺഫിഗറേഷൻ ഡീറ്റെയിൽസ് ഇവിടെ പേസ്റ്റ് ചെയ്യുവാണ്. പിന്നെ ആവശ്യമില്ലാത്ത കമന്റ്സ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യുക കേട്ടോ. ആവശ്യമില്ലാത്ത എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്, അതെന്താണെന്നുള്ളത് അത് ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് ഈ പ്രൊജക്ട് ഒന്ന് ക്ലിയർ ചെയ്യാം. ഞാൻ app.css ക്ലിയർ ചെയ്യുവാണ്. അതുപോലെ തന്നെ app.jxs ക്ലിയർ ചെയ്തിട്ട് RFC കോഡ്സിനെ പറ്റി യൂസ് ചെയ്തിട്ട് ഒരു ഫംഗ്ഷണൽ കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് index.css ക്ലിയർ ചെയ്തിട്ട് ടെയിൽവിൻഡ് ഡയറക്റ്റീവ്സ്, ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്യുന്നത്. ഈ ടെയിൽവിൻഡ് അറിയില്ല എന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ടെയിൽവിൻഡ് ട്യൂട്ടോറിയൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇത്രയും ഫയൽസ് നമ്മൾ ക്ലിയർ ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്യാം. npm run dev. ഞാൻ app.jxs ജസ്റ്റ് യൂസർ മാനേജ്മെന്റ് സിസ്റ്റം കൊടുക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രൊജക്ട് സക്സസ്ഫുൾ ആയിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി യൂസർ മാനേജ്മെന്റ് സിസ്റ്റം ഞാനൊന്ന് റിമൂവ് ചെയ്യാണ്. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാമെന്ന്. ഈ കോൺഫിഗറേഷൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഫയർബേസിൽ നിന്ന് നമുക്ക് ഇനിഷ്യലൈസ് ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിന് ഇമ്പോർട്ട് ചെയ്യുവാണ്. അപ്പം ഈ ആപ്ലിക്കേഷൻ ഫസ്റ്റ് നമ്മൾ ഫയർബേസ് ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ആപ്പ് ഫംഗ്ഷൻ ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ റിയാക്ട് പ്രൊജക്റ്റിലേക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇനിഷ്യലൈസ് ആപ്പ് മെത്തേഡിനെ കോൾ ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ API കീ, പ്രൊജക്ട് ID ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള കോൺഫിഗറേഷൻ പാസ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഫയർബേസ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒതന്റിക്കേഷൻ ആണ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ തേർഡ് ഓപ്പറേഷനും ചെയ്യുന്നു. ഒതന്റിക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ ബിൽഡിൽ വന്നിട്ട് ഒതന്റിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഒതന്റിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഇത് തന്നെ അതിന്റെ മെത്തേഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന്. ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ ഒതന്റിക്കേഷൻ സൈൻ ഇൻ മെത്തേഡ് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഫേസ്ബുക്കോ ഗൂഗിളോ അല്ലെങ്കിൽ നമ്മൾ നോർമൽ ആയിട്ട് ചെയ്യുന്ന ഇമെയിൽ ID, പാസ്വേഡോ, ഫോണോ ഏത് ഓപ്ഷൻ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഈ സൈൻ ഇൻ മെത്തേഡ്സിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇമെയിലും പാസ്വേഡും ആണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് എനേബിൾ ചെയ്യുക, സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസേഴ്സ് ടാബിൽ ഒന്ന് ചെക്ക് ചെയ്ത് സൈൻ ഇൻ മെത്തേഡ്സിൽ വന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഗൂഗിൾ ആയിട്ടാണ് നമ്മൾ കൂടുതലും ഇപ്പം പെട്ടെന്ന് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗൂഗിൾ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ ഓപ്ഷൻ ചൂസ് ചെയ്യാറുണ്ടല്ലോ, അത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. എനേബിൾ കൊടുക്കുക. എനേബിൾ കൊടുത്തിട്ട് നമ്മുടെ ഇമെയിൽ ID ഏതാണോ അത് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. സേവ് ക്ലിക്ക് ചെയ്യാം കേട്ടോ.
അപ്പൊ ഈ രണ്ട് ഓപ്ഷനും, അതായത് ഇമെയിൽ പാസ്വേഡ് സൈൻ മെത്തേഡും ഗൂഗിൾ മെത്തേഡും രണ്ടും നമ്മുടെ പ്രൊജക്റ്റിൽ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അഗൈൻ നമ്മൾ ഇവിടെ വന്നിട്ട് ഒതന്റിക്കേഷന്റെ ഇത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഒതന്റിക്കേഷന്റെ മെത്തേഡ് ഇതിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം. മെത്തേഡാണ് ഫയർബേസിന്റെ ഒതന്റിക്കേഷനിൽ നിന്ന് ഈ ഒരു ഗെറ്റ് ഒതന്റിക്കേഷൻ മെത്തേഡ് ചൂസ് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലേക്ക് ഈ മെത്തേഡിനെ കോൾ ചെയ്തിട്ട് നമ്മുടെ ആപ്പ് പാസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ഒതന്റിക്കേഷൻ എനിക്ക് ത്രൂ ഔട്ട് പ്രൊജക്റ്റിൽ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ അതിനെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൗട്ട്സിനൊക്കെ ക്രിയേറ്റ് ചെയ്യുവാണ് കേട്ടോ. ഞാൻ സോഴ്സ് ഫോൾഡറിന്റെ അണ്ടറിൽ പേജസ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്താണ് നമുക്ക് ആവശ്യമുള്ള ഫയൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ലോഗിൻ പേജിന് വേണ്ടിയിട്ട് ലോഗിൻ ഡോട്ട് ഒരു JXS ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രൊജക്റ്റിൽ ഒരു ഹോം പേജ് വേണം. ഹോം ഡോട്ട് JXS ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഒരു മെയിൻ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ JWTക്ക് വേണ്ടിയിട്ട്. അതിന്റെ സെയിം ആ ഒരു ലോഗിൻ ഡീറ്റെയിൽ ആണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. JWT ആ ഒരു ഒതന്റിക്കേഷൻ യൂസ് ചെയ്യുന്നില്ല, ഇതിന് പകരം ഫയർബേസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് മാത്രം. പിന്നെ സൈൻ അപ്പ് ഡോട്ട് JXS എന്ന് പറഞ്ഞിട്ടൊരു പേജ്. ഇപ്പൊ 3 പേജസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന സെയിം ഇതാ യൂസ് ചെയ്യുന്നത്. എന്റെ ഗിറ്റ് റെപ്പോസിറ്ററിയിൽ ഓൾറെഡി ഇതിന്റെ മെയിൻ സ്റ്റാക്ക് പ്രൊജക്ടിന്റെ സോഴ്സ് കോഡ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ചെക്ക് ചെയ്താൽ മതി. ഈ പ്രൊജക്റ്റും ഉണ്ട്. അപ്പൊ ഞാനൊരു ഹോം പേജിന്റെ കണ്ടന്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുവാണ്. ഓക്കെ, ഇവിടത്തെ ജസ്റ്റ് എന്താണ് 2 പാരഗ്രാഫേ കൊടുത്തിട്ടുള്ളൂ. വെൽക്കം ടു യൂസർ മാനേജ്മെന്റ് സിസ്റ്റം, മാനേജ് യുവർ അക്കൗണ്ട്, സൈനിങ് അപ്പ് ഓർ ലോഗിൻ എന്ന് പറഞ്ഞിട്ട് 2 മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് സൈൻ അപ്പ് പേജ് ക്രിയേറ്റ് ചെയ്യാം. അതിന് RIFC കോഡ് സ്നിപ്പറ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ ഈ സൈൻ അപ്പ് പേജ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഇനി അഗെയിൻ ഇതിന്റെ JXSന്റെ പോർഷൻ ഞാൻ പ്രീവിയസ് പ്രൊജക്റ്റിൽ നിന്ന് തന്നെ കോപ്പി ചെയ്തിടുവാണ് കേട്ടോ. ഇനി നമുക്ക് സൈൻ അപ്പ് ഫംഗ്ഷനാലിറ്റി ഇംപ്ലിമെന്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു ഒതന്റിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ വേരിയബിള്, അത് ഫസ്റ്റ് ഞാൻ ഇമ്പോർട്ട് ചെയ്യുവാണ് കേട്ടോ. അത് കോൺഫിഗ് ഫോൾഡറിൽ ഫയർബേസിന്റെ അകത്തല്ലേ ഉള്ളത്, അതിനെ ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് ഞാനിപ്പോ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇമെയിൽ ഐഡിയും പാസ്വേഡും യൂസ് ചെയ്തിട്ടുള്ള ഒരു സൈൻ അപ്പ് ഫോം ആണ്. സോ നമുക്ക് ഇതിനകത്ത് തന്നെ ബിൽറ്റിൻ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള മെത്തേഡാണ് ക്രിയേറ്റ് വിത്ത് ഇമെയിൽ ID ആൻഡ് പാസ്വേഡ് എന്നുള്ളത്. ആ മെത്തേഡിനെ ഇമ്പോർട്ട് ചെയ്യുവാണ്. ഇത് ബിൽറ്റിൻ മെത്തേഡാണ് ഫയർബേസ് ഒതന്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഇമെയിൽ ഐഡിയും പാസ്വേഡും ത്രൂ സൈൻ അപ്പ് ചെയ്യാം, അതുപോലെ തന്നെ ലോഗിൻ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ട് ചെയ്തു. പിന്നെ എനിക്ക് റിയാക്ട് റൗട്ടർ ഡോമിന്റെ അകത്തുനിന്ന് എനിക്ക് നമ്മുടെ ലിങ്ക് കോമ്പോണന്റിനെയും അതുപോലെ തന്നെ യൂസ് നാവിഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഹുക്കിനെ ആവശ്യമുണ്ട്. ഫ്രം റിയാക്ട് റൗട്ടർ ഡോം. അപ്പൊ നമുക്ക് ആവശ്യമുള്ള കോമ്പോണൻസ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യണം. സ്റ്റേറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇമെയിൽ ഐഡിയും പാസ്വേഡും അല്ലേ സ്റ്റോർ ചെയ്യാനുള്ളത്. സോ ഇമെയിൽ ID ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമെയിലും അതുപോലെ തന്നെ സെറ്റ് ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈക്വൽ ടു നമ്മുടെ യൂസ് സ്റ്റേറ്റ് ഹുക്കിനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇമ്പോർട്ട് ആയിക്കോ. യൂസ് സ്റ്റേറ്റ് ഹുക്ക് വന്നു. നെക്സ്റ്റ് നമുക്ക് പാസ്വേഡിനെ എടുക്കാൻ വേണ്ടിയിട്ട് പാസ്വേഡ് സെറ്റ് പാസ്വേഡ് ഫംഗ്ഷനെ കോൾ ചെയ്യാം. അഗെയിൻ യൂസ് സ്റ്റേറ്റ് ഹുക്ക്, ഇനിഷ്യൽ വാല്യൂ empty ആയിരിക്കും. ഇനി നമുക്ക് എറേഴ്സിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എറർ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളും സെറ്റ് എറർ എന്ന് പറഞ്ഞിട്ട് എറർ ഫംഗ്ഷനും അഗെയിൻ യൂസ് സ്റ്റേറ്റ് ഹുക്ക്. നെക്സ്റ്റ് നമ്മൾ ഇതിനകത്ത് 2 കൺട്രോൾസ് ആണ് ഉള്ളത്. ഇമെയിൽ ഐഡിയും പാസ്വേഡും അതിന്റെ ഓൺ ചേഞ്ച് ഇവന്റിൽ സെറ്റ് ഇമെയിലും സെറ്റ് പാസ്വേഡിനെയും കോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാല്യൂ ആയിട്ട് ഇമെയിലും പാസ്വേഡും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു സൈൻ അപ്പ് ബട്ടൺ ഉണ്ട്. ഇൻ കേസ് നമ്മൾ ഓൾറെഡി ഇതുണ്ടെങ്കിൽ ലോഗിൻ പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൗട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. റൗട്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സൈൻ അപ്പ് ചെയ്യണം അല്ലേ? അപ്പൊ സൈൻ അപ്പ് ഫംഗ്ഷനാലിറ്റി ഇംപ്ലിമെന്റ് ചെയ്യണം. അതിന് ഫോമിന്റെ ഓൺ സബ്മിറ്റ് ഇവന്റിൽ ഹാൻഡിൽ സബ്മിറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നുണ്ട്. ആ ഫംഗ്ഷനെയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഇതെന്തായിരിക്കും? സേവ് ചെയ്യുന്ന ഫംഗ്ഷൻ ആയതുകൊണ്ട് അസിൻക്രണസ് ഫംഗ്ഷൻ ആയിരിക്കും. prevent
ഡിഫാൾട്ട് മെത്തേഡിനെ കോൾ ചെയ്യുകയാണ്. നമ്മൾ ഈ ഒരു പാസ്വേഡും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും സേവ് ചെയ്യാൻ പോകുന്നതാണ്. അതുകൊണ്ട് സേവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ട്രൈ ക്യാച്ച് ബ്ലോക്കിന്റെ ഉള്ളിലാണ് ചെയ്യുന്നത്. സെറ്റ് ഇറർ മെത്തേഡിനെ കോൾ ചെയ്തിട്ട് ഈ ഒരു എററിന്റെ അകത്തുനിന്ന് മെസ്സേജിനെ പാസ് ചെയ്ത് കൊടുക്കണം. ഇനി സേവ് ചെയ്യുന്നത് സിമ്പിൾ ആണ് കേട്ടോ. അവൈറ്റ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ക്രിയേറ്റ് ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് യൂസർ വിത്ത് ഇമെയിൽ ആൻഡ് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിലെ അതിനെ ജസ്റ്റ് കോൾ ചെയ്താൽ മതി. കോൾ ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഒതന്റിക്കേഷൻ ഒബ്ജക്റ്റിനെ പാസ് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ ആ വേരിയബിൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. നെക്സ്റ്റ് നമുക്ക് സേവ് ചെയ്യേണ്ട ഇമെയിൽ ഐ ഡിയും പാസ്വേഡും പാസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് ബിൽറ്റ് ഇൻ മെത്തേഡാണ്. സേവ് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡിനെ കോൾ ചെയ്യുമ്പോൾ അവർ ഒതന്റിക്കേഷൻ ഒബ്ജക്റ്റും ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഹോം പേജും സൈൻ അപ്പ് പേജും കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്യാം. അഗെയിൻ RFC കോഡ് സ്നിപ്പറ്റ് യൂസ് ചെയ്തിട്ട് ലോഗിൻ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഞാൻ ഓൾറെഡി പ്രീവിയസ് പ്രൊജക്റ്റിലെ സെയിം ലോഗിൻ പേജിന്റെ JXS പോർഷൻ ആണ് റീയൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ലോഗിന്റെ ഫംഗ്ഷനാലിറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ സൈൻ ഇൻ ചെയ്യാനും ഇത് തന്നെ ഒരു ബിൽറ്റ് ഇൻ മെത്തേഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സൈൻ ഇൻ വിത്ത് ഇമെയിൽ ആൻഡ് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ആ ഒതന്റിക്കേഷൻ ഒബ്ജക്റ്റിനെ വേണം കോൺഫിഗറേഷൻ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് റിയാക്ട് റൗട്ടർ ഡോമിന്റെ ലിങ്ക് കോമ്പോണന്റും അതുപോലെ തന്നെ യൂസ് നാവിഗേറ്റ് ഹുക്കും വേണം. ഓക്കെ, ഇത്രയും പാക്കേജസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഇമെയിൽ ഐ ഡിയും പാസ്വേഡും റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈൻ ഇനിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ 2 സ്റ്റേറ്റ് പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യണം. സെറ്റ് ഇമെയിൽ ഫംഗ്ഷൻ ഈക്വൽ ടു അഗെയിൻ യൂസ് സ്റ്റേറ്റ് ഹുക്കിനെ കോൾ ചെയ്യുക. ഇനിഷ്യൽ വാല്യൂ എംപ്റ്റി ആയിരിക്കും. സെയിം പാസ്വേഡിനും സ്റ്റേറ്റ് പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് സെറ്റ് പാസ്വേഡ് ഈക്വൽ ടു യൂസ് സ്റ്റേറ്റ് ഹുക്ക്. സോറി, കോൺസ്റ്റിന്റെ സ്പെല്ലിങ് തെറ്റാണ്. അഗെയിൻ എറർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എറർ കോമ സെറ്റ് എറർ മെത്തേഡ് യൂസ് സ്റ്റേറ്റ് ഹുക്ക്. ഇനി ഞാൻ നാവിഗേറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. യൂസ് നാവിഗേറ്റ് ഹുക്കിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നെക്സ്റ്റ് പേജിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോകണം. അതിനു വേണ്ടിയിട്ട് ഇനി നമ്മൾ ഇതിന്റെ ഇനി നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ സൈൻ അപ്പിൽ കണ്ട സെയിം കാര്യങ്ങൾ തന്നെയാണ്. 2 ഇൻപുട്ട് ബോക്സ് ഉണ്ട്, പിന്നെ ലോഗിൻ ബട്ടൺ ഉണ്ട്. ഇൻ കേസ് നമുക്ക് ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ന്യൂ കസ്റ്റമർ ആണെങ്കിൽ അല്ലെങ്കിൽ ന്യൂ യൂസർ ആണെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ലിങ്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സബ്മിറ്റ്, അതായത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു യൂസർ നെയിമും പാസ്വേഡും മീൻസ് ഇവിടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും വെരിഫിക്കേഷൻ ഉള്ള ഫംഗ്ഷനെ ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലേ. അതായത് ഹാൻഡിൽ ലോഗിൻ ഫംഗ്ഷൻ അഗെയിൻ ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. e.prevent ഡിഫാൾട്ട് മെത്തേഡിനെ കോൾ ചെയ്യാം. അഗെയിൻ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ക്യാച്ച് ബ്ലോക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എറർ സെറ്റ് എറർ മെത്തേഡിനെ കോൾ ചെയ്തിട്ട് എററിന് അവൈറ്റ് നമ്മളിപ്പം എടുത്തു വെച്ചിരിക്കുന്ന സൈൻ ഇൻ വിത്ത് ഇമെയിൽ ഐ ഡി ആൻഡ് പാസ്വേഡിനെ കൊടുത്തിട്ട് നമ്മൾ സൈൻ ഇനിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെ, അതായത് അതേ പ്രോസസ് തന്നെ ഓതന്റിക്കേഷനും ഇമെയിൽ ഐ ഡിയും പാസ്വേഡും പാസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ എന്താ, സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു യൂസർ നെയിമും പാസ്വേഡും പോയി സേവ് ആവും. ലോഗിൻ ചെയ്യുമ്പോൾ ഇയാൾ സേവ് ചെയ്തിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും ഇവിടെയാണെങ്കിൽ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും പോയി ചെക്ക് ചെയ്യും. ഇപ്പൊ നമ്മൾ ഇത് മെയിൻ സ്റ്റാക്കിലായിരുന്നെങ്കിലോ നമ്മൾ തന്നെ എന്ത് ചെയ്യും? സൈൻ അപ്പ് മെത്തേഡ് ബാക്ക് എൻഡിൽ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഒരു URL-ലേക്കായിരിക്കും ആ ഒരു API കോഡ് പോയി അവിടെ ഒരു വെരിഫിക്കേഷൻ ആണെങ്കിലും ഡാറ്റാബേസിൽ സേവ് ആണെങ്കിലും നമ്മൾ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യായിരുന്നു. ഇവിടെ എന്താ, ഫയർസ്റ്റോർ ഈ ഒതന്റിക്കേഷന്റെ കംപ്ലീറ്റ് ബാക്ക് എൻഡ് സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ലോഗിൻ സക്സസ്ഫുൾ ആണെങ്കിൽ നെക്സ്റ്റ് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു അലേർട്ട് കൊടുക്കാം. സക്സസ്ഫുൾ ആണ്, ലോഗിൻ
സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു അലർട്ട് മെസ്സേജ് കൊടുത്തിട്ട് നമ്മുടെ സ്റ്റേറ്റ് വേരിയബിൾസിനെ എല്ലാം ക്ലിയർ ചെയ്യാം. ഇമെയിലിനെ ക്ലിയർ ചെയ്യുന്നു, പാസ്വേഡിനെ ക്ലിയർ ചെയ്യുന്നു, എററിനെയും ക്ലിയർ ചെയ്യാം. ഇനി നമ്മൾ യൂസർ മാനേജ്മെന്റിന്റെ പേജ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പം ആ ഒരു നാവിഗേഷന്റെ മീൻസ് റൗട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയം ആ പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടേക്ക് ഈ നാവിഗേറ്റിന്റെ ഒബ്ജക്റ്റ് ത്രൂ പാസ് ചെയ്യാം കേട്ടോ. തൽക്കാലം ഇവിടെ വെച്ച് നിർത്തും. ഫൈനലി നമുക്ക് റൗട്ട്സ് സെറ്റ് ചെയ്യണം അല്ലേ. സോ ഫസ്റ്റ് ഞാൻ main.jxs ഫയലിൽ പോവാണ്. റിയാക്ടിന്റെ ക്രിയേറ്റ് ബ്രൗസർ റൗട്ടറും അതുപോലെ തന്നെ റിയാക്ട് റൗട്ടർ ഡോമിന്റെ 2 കോമ്പോണൻസ് അല്ലെ, റൗട്ടർ പ്രൊവൈഡറും ഇതിനെ രണ്ടിനെ ഇമ്പോർട്ട് ചെയ്യുവാണ്. പിന്നെ നമ്മുടെ പേജസും, അതായത് ലോഗിൻ പേജ്, സൈൻ അപ്പ് പേജ്, ഹോം പേജ്. നെക്സ്റ്റ് നമുക്ക് റൗട്ട് ക്രിയേറ്റ് ചെയ്യണം. സോ ഞാൻ റൗട്ടർ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ക്രിയേറ്റ് ബ്രൗസർ റൗട്ടർ മെത്തേഡിനെ കോൾ ചെയ്തിട്ടാണ് റൗട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റൂട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. പാത്ത് റൂട്ട് സെറ്റ് ചെയ്ത് എലമെന്റ് എന്തായിരിക്കും, നമ്മുടെ app.jxsന്റെ ഫയലാണല്ലേ. പിന്നെ ഇതിന്റെ ചിൽഡ്രൻ ആയിട്ട് നമ്മുടെ ബാക്കിയുള്ള റൗട്ട്സ് ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് ഹോം പേജ് സെറ്റ് ചെയ്തെടുക്കാം. സോ ഇൻഡെക്സ് ട്രൂ, എലമെന്റ് എന്താണ്, നമ്മുടെ ഹോം. അഗെയിൻ പാത്തായിട്ട് ലോഗിൻ, അതുപോലെ തന്നെ എലമെന്റ് ആയിട്ട് ലോഗിൻ കോമ്പോണന്റ്. സൈൻ അപ്പ് പേജ് അഗെയിൻ പാത്ത് സൈൻ അപ്പ് എന്നാണ് ഞാൻ കൊടുക്കുന്നത്, എലമെന്റ് ആയിട്ട് സൈൻ അപ്പ് മെത്തേഡ്. ഇനി ആപ്പിന് പകരം നമുക്ക് റൗട്ടർ പ്രൊവൈഡറിനെ കോൾ ചെയ്തിട്ട് അതിന്റെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത റൗട്ടർ ഒബ്ജക്റ്റ് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ app.jxsൽ വന്നിട്ട് ഇവിടെ നമുക്ക് റിയാക്ടിന്റെ ഔട്ട്ലെറ്റ് കോമ്പോണന്റ് അല്ലേ, അതിനെ റൗട്ടർ ഡൊമൈന്ന് ഇമ്പോർട്ട് ചെയ്യണം. ഇനി നമുക്കൊരു നാവിഗേഷൻ കോമ്പോണന്റും കൂടെ ക്രിയേറ്റ് ചെയ്യണം. സോ ഞാൻ കോമ്പോണന്റ് ഫോൾഡറിന്റെ അണ്ടറിൽ navigation.jxs ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. നാവിഗേഷന്റെ കണ്ടന്റും ഞാൻ സെയിം തന്നെയായിട്ട് റീയൂസ് ചെയ്യുന്നത്. അതായത് നാവിഗേഷനിൽ ജസ്റ്റ് നമ്മൾ ഒരു ഹോം ഐക്കൺ ലെഫ്റ്റ് സൈഡിലും അതുപോലെ തന്നെ ലോഗിനും സൈൻ അപ്പ് ഐക്കണും സെറ്റ് ചെയ്യും. ഇനി ഞാൻ ഈ നാവിഗേഷൻ കോമ്പോണന്റിനെ ഒന്ന് ഇമ്പോർട്ട് ചെയ്യുവാണ്. ഡിവിഷന്റെ അകത്ത് നാവിഗേഷൻ കോമ്പോണന്റിനെ കോൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ഔട്ട്ലെറ്റും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ app.jxs നാവിഗേഷനിൽ വരും. അവിടെ നമുക്ക് ലോഗിൻ ചെയ്യാം അല്ലെങ്കിൽ സൈൻ അപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഹോം പേജ് ഉണ്ട്. നമ്മൾ ഈ പേജസ് എല്ലാം ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഫയർബേസിന്റെ ബേസിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം ഫയർബേസിന്റെ കോൺഫിഗറേഷനിൽ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തു, ഓതന്റിക്കേഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സൈൻ അപ്പ് പേജിലേക്ക് വരുമ്പോൾ ഒരു ക്രിയേറ്റ് യൂസർ വിത്ത് ഇമെയിൽ ആൻഡ് പാസ്വേഡ് മെത്തേഡിനെ ഇമ്പോർട്ട് ചെയ്ത് യൂസർ നെയിമും പാസ്വേഡും വെച്ച് യൂസറിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലോഗിൻ പേജിൽ എഗെയിൻ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സൈൻ ഇൻ വിത്ത് ഇമെയിൽ ആൻഡ് പാസ്വേഡ് മെത്തേഡ് ത്രൂ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്റർഫേസിൽ വന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഹോം വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ലോഗിനും സൈൻ അപ്പ് ബട്ടൺ വന്നിട്ടുണ്ട്. ലോഗിനെ ക്ലിക്ക് ചെയ്യുക, സൈൻ അപ്പിനെ ക്ലിക്ക് ചെയ്യുക. നമ്മളൊരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം. അപ്പൊ ഞാൻ @gmail ഒരു ഡമ്മി ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ ഒരു 1123 എന്ന് പറഞ്ഞൊരു പാസ്വേഡും കൊടുത്ത് സൈൻ അപ്പ് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ ഇവിടെ തിരിച്ചു വരിക, അവരുടെ ഡോക്യുമെന്റേഷനിൽ തിരിച്ചു വന്നിട്ട്
യൂസേഴ്സ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒതന്റിക്കേഷൻ നമ്മൾ നേരത്തെ എടുത്ത സെയിം ഒതന്റിക്കേഷൻ ടാബിന്റെ അണ്ടറിൽ ഫസ്റ്റ് ടാബ് എടുത്ത് നോക്കിയാൽ മതി, യൂസേഴ്സ് ക്രിയേറ്റ് ആയി. ഇനി നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ലോഗിനിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു അലേർട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ anu@gmail.com, അതുപോലെ തന്നെ പാസ്വേഡ് അനു പറഞ്ഞു സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ അലേർട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, കേർഡ് ഓപ്പറേഷൻ ചെയ്യണം. അതായത് നമ്മുടെ യൂസർ മാനേജ്മെന്റ് സിസ്റ്റം, അതായത് യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്നതും ആഡ് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ ഒതന്റിക്കേഷന്റെ പോർഷൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് ഒതന്റിക്കേഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡിയും പാസ്വേഡും തന്നെ കമ്പൽസറി ഇല്ല. നമ്മൾ ഓൾറെഡി ഗൂഗിൾ സൈനപ്പിന്റെ കൂടെ പ്രൊവൈഡറിൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതിന് ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് യൂസർ വിത്ത് ഇമെയിൽ ഐ ഡിയും പാസ്വേഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ ക്രിയേറ്റ് ഗൂഗിൾ പ്രൊവൈഡർ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് ഉണ്ട്, അതിനെ ഇമ്പോർട്ട് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോ തൽക്കാലം ഈ ഇമെയിൽ ഐ ഡിയും പാസ്വേഡ് മെത്തേഡിലാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് കേർഡ് ഓപ്പറേഷൻസ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമ്മൾ ഒതന്റിക്കേഷന്റെ പാർട്ട് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ കേർഡ് ഓപ്പറേഷൻ ചെയ്യാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് ആവശ്യമുള്ള ഫയൽസ് എല്ലാം ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പൊ ആദ്യം കോമ്പോണൻസിൽ നമ്മൾ 2 കോമ്പോണന്റ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ യൂസറിനെ ആഡും ഡിലീറ്റും അപ്ഡേറ്റും ചെയ്യണം, അതുപോലെ തന്നെ യൂസറിനെ ലിസ്റ്റ് ചെയ്യണം. അപ്പൊ ആഡും ഡിലീറ്റും അപ്ഡേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസർ ഫോം എന്ന് പറഞ്ഞിട്ടൊരു കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുവാണ് കോമ്പോണന്റ് ഫോൾഡറിന്റെ അണ്ടറിൽ. അതുപോലെ തന്നെ യൂസേഴ്സിനെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസർ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കോമ്പോണന്റും കൂടെ ക്രിയേറ്റ് ചെയ്യണം. 2 കോമ്പോണന്റ്സ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ഫയർബേസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റാബേസിന്റെ ഫംഗ്ഷനാലിറ്റീസ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അത് സെപ്പറേറ്റ് ഒരു ഫയലിലാണ് കേട്ടോ ചെയ്യുന്നത്. ഫസ്റ്റ് സർവീസസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ അകത്ത് യൂസർ സർവീസ് ഡോട്ട് JS ഒരു നോർമൽ ജാവാസ്ക്രിപ്റ്റിന്റെ ഫയൽ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോഗിൻ പേജിൽ നിന്ന് ഞാൻ പോകുന്നത് മാനേജ് നമുക്ക് ലോഗിൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊജക്ടിന്റെ ഉള്ളിൽ പോയിട്ട് യൂസറിനെ മാനേജ് ചെയ്യുന്ന ആ ഒരു റൗട്ട് ആക്സസ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു പേജും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്, മാനേജ് യൂസർ എന്ന് പറഞ്ഞിട്ട് ഡോട്ട് JXS ഫയലും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പൊ എനിക്ക് ഇത്രയും പേജസ് ആണ് ഉള്ളത്. ഇനി നമുക്ക് ആദ്യം main.jxsൽ പോയിട്ട് ഈ ഒരു റൗട്ടും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇമ്പോർട്ട് മാനേജ് യൂസർ ഫ്രം ഡോട്ട് പേജസിൽ മാനേജ് യൂസറിനെ പാത്തായിട്ട് ഞാൻ മാനേജ് എന്നാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എലമെന്റ് ആയിട്ട് മാനേജ് യൂസറിനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ റൗട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോഗിന്റെ പേജിൽ പോയിട്ട് ഈ ഒരു നാവിഗേറ്റ് മെത്തേഡ് റൗട്ടർ ഡോമിന്റെ നാവിഗേറ്റ് മെത്തേഡിനെ കോൾ ചെയ്തിട്ട് ഈ ഒരു മാനേജ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേജിലേക്ക് നാവിഗേറ്റ് ചെയ്തോണം. ലോഗിൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഈ 2 പോർഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഞാൻ ആദ്യം യൂസർ ഫോം ഡാറ്റയാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ ആഡ് അപ്ഡേറ്റ് ഈ 2 ഫംഗ്ഷനാലിറ്റി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതായത് ഞാൻ ആദ്യം RAFC കോഡ് സ്നിപ്പറ്റ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫംഗ്ഷണൽ കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പ്രീവിയസ് പ്രൊജക്ടിന്റെ സെയിം കോഡാണ് റീയൂസ് ചെയ്യുന്നതെന്ന്. സോ അതിന്റെ JXSന്റെ കോഡ് ഇവിടെ കോപ്പി ചെയ്യുവാണ്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്താൽ ഒരു ഫോം ഉണ്ട്, അതുപോലെ തന്നെ ഒരു 2 ഇൻപുട്ട് ബോക്സും ഒരു ബട്ടണും ഉണ്ട്. അതായത് ഈ ഇൻപുട്ട് ബോക്സിൽ നമ്മൾ യൂസറിന്റെ അടുത്ത് നിന്ന് നെയിമും ഇമെയിൽ ഐ ഡി വാങ്ങിയിട്ട് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യും. ഇൻ കേസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് യൂസറിനെ അപ്ഡേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുവാണെങ്കിൽ ബട്ടന്റെ ക്യാപ്ഷൻ അപ്ഡേറ്റ് ആവും. അതെങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു ബട്ടണും 2 ടെക്സ്റ്റ് ബോക്സും ആണുള്ളത്. ഇനി നമുക്ക് കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം യൂസ് സ്റ്റേറ്റ് ഹുക്കിനെയും അതുപോലെ തന്നെ യൂസ് എഫക്റ്റ് ഹുക്കിനെയും വേണം. ഇനി ഞാനൊരു സ്റ്റേറ്റ് പ്രോപ്പർട്ടിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാനൊരു ഫോം ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു സിംഗിൾ സ്റ്റേറ്റ് പ്രോപ്പർട്ടിയെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അതിനകത്താണ് എന്റെ ഫോമിന്റെ ഡാറ്റനെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഫോം ഡാറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. യൂസ് സ്റ്റേറ്റ് ഹുക്കിനെ കോൾ ചെയ്തിട്ട് ഒബ്ജക്റ്റ് ഡിഫൈൻ ചെയ്യുന്നു. ഫസ്റ്റ് പ്രോപ്പർട്ടി നെയിം ആയിരിക്കും, രണ്ടാമത്തെ പ്രോപ്പർട്ടി ഇമെയിൽ ഐ ഡി ആയിരിക്കും. രണ്ടും ഇനിഷ്യലി എംപ്റ്റി ആയിരിക്കും. ഇനി നമ്മൾ ഈ 2 ടെക്സ്റ്റ് ബോക്സ് ചേഞ്ച് ചെയ്യുമ്പോഴും ഈ ഫോം ഡാറ്റയിലേക്ക് ഡാറ്റ സെറ്റ് ആയി വരണം അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ടെക്സ്റ്റ് ബോക്സ് ചെക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഓൺ ചേഞ്ച് ഇവന്റിൽ ഹാൻഡിൽ ചേഞ്ച് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഹാൻഡിൽ ചേഞ്ച് ഫംഗ്ഷൻ ഉണ്ട്. അപ്പം ആ ഒരു ഫംഗ്ഷനെയാണ് നെക്സ്റ്റ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഇവിടെ സെറ്റ് ഫോം ഡാറ്റ ഫംഗ്ഷനെ കോൾ ചെയ്യുക. എന്നിട്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫോം ഡാറ്റനെ
ഡീസ്ട്രക്ചറിങ് ചെയ്തിട്ട് കീ വാല്യൂ പെയർ ആയിട്ട് ഈ ഒരു പുതിയ ഈ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് കീ ആയിട്ട് നമ്മൾ ആ കറസ്പോണ്ടിങ് കൺട്രോളിന്റെ നെയിമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. വാല്യൂ ആയിട്ട് ആ കൺട്രോളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂ സെറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ കീ വാല്യൂ പെയർ ആയിട്ട് എക്സിസ്റ്റിംഗ് ഒബ്ജക്റ്റിലേക്ക് ആഡ് ചെയ്തു. ഇനി അടുത്തത് ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് നമ്മുടെ ലോഗിൻ ചെയ്തു, മാനേജ് യൂസറിൽ വന്നു, മാനേജ് യൂസറിൽ നിന്നാണ് ഈ കമ്പോണന്റിനെ കോൾ ചെയ്യുന്നത്. കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ അപ്ഡേറ്റിന്റെയും അതുപോലെ തന്നെ ഡിലീറ്റിന്റെയും ഒന്നും ഫംഗ്ഷനാലിറ്റി, ആഡിന്റെ ഒന്നും ഫംഗ്ഷനാലിറ്റി ഇവിടെയല്ല ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, നമ്മൾ ഈ മാനേജ് യൂസറിലാണ്. അപ്പം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റയും ഇവിടെ വരും. ഓക്കെ, എഡിറ്റ് ചെയ്യാനുള്ള ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കൺട്രോൾസിലേക്ക് വാല്യൂ സെറ്റ് ആവണം, എഡിറ്റ് ചെയ്യേണ്ട ഡാറ്റയും. അപ്പൊ നമ്മൾ ആദ്യം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഓൺ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനിലേക്കാണ് വാങ്ങിയേക്കുന്നത്. അതുപോലെ തന്നെ എഡിറ്റിംഗ് യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിൽ, അതായത് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വേരിയബിളിൽ വാല്യൂ സെറ്റ് ആവും, എന്നിട്ട് ഈ കൺട്രോൾസിലേക്ക് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, യൂസ് എഫക്റ്റ് ഹുക്കിനെ കോൾ ചെയ്തിട്ട് യൂസ് എഫക്റ്റ് ഹുക്കിന്റെ ഫസ്റ്റ് പാരാമീറ്റർ ഫംഗ്ഷൻ ആണല്ലോ കോൾ ബാക്ക് ഫംഗ്ഷനും, രണ്ടാമത്തെ ഡിപ്പെൻഡൻസി അരയുമാണ്. എപ്പോഴെങ്കിലും ഈ എഡിറ്റ് യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂല് എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് എഡിറ്റ് യൂസറിൽ വാല്യൂ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ, എഡിറ്റ് യൂസറിൽ വാല്യൂ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ സെറ്റ് ഫോം ഡാറ്റ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് ഈ എഡിറ്റ് യൂസറിന്റെ വാല്യൂ സെറ്റ് ചെയ്യണം. ഇൻ കേസ് റീസെറ്റ് ആണ്, അതായത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്കതിനെ എംറ്റി ആയിട്ട് സെറ്റ് ചെയ്യണമല്ലോ. അപ്പൊ റീസെറ്റ് ആണ് നടന്നിട്ടുണ്ടെങ്കിൽ എഗെയിൻ സെറ്റ് ഫോം ഡാറ്റ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒരു എംറ്റി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഈ വാല്യൂ പേസിന്റെ വാല്യൂ നള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ തന്നെ നള്ളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഒന്നുമില്ല, നമ്മൾ പേജ് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാറ്റ ഉണ്ടെങ്കിൽ എഡിറ്റ് യൂസർ ആ കൺട്രോൾസിനെ മീൻസ് കോമ്പോണന്റിനെ റീറെൻഡറിങ് ചെയ്യുക, അല്ലെങ്കിൽ കോമ്പോണന്റ്സിന്റെ വാല്യൂ റീസെറ്റ് ചെയ്യുക, 2 പ്രാവശ്യം റീറെൻഡറിങ് നടക്കണം. ഇനി നമ്മൾ ഫൈനലി സബ്മിറ്റ് ഇവന്റിനെ എഴുതണം. അതായത് ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അഗെയിൻ കോൺസ്റ്റ് ഹാൻഡിൽ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതെന്തായിരിക്കും, അസിൻക്രോണസ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു അവിടുന്ന് വരുന്നുണ്ടെന്ന്, നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഈ ഓൺ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുക. അപ്പൊ ഹാൻഡിൽ സബ്മിറ്റിന്റെ അകത്ത് നമുക്ക് നമ്മുടെ ഫോം ഡാറ്റ ഇല്ലേ, ഫോം ഡാറ്റനെ ആ മാനേജ് യൂസർ എന്ന് പറഞ്ഞ പേജിൽ നിന്നാണ് ഈ ഒരു സബ്മിറ്റ് ഫംഗ്ഷൻ വരുന്നത്. എന്നിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യുക, നമ്മുടെ പാരാമീറ്റേഴ്സിനെ റീസെറ്റ് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ പേജിനകത്തേക്ക് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഫംഗ്ഷനും വരും, എഡിറ്റ് ചെയ്യേണ്ട ഡാറ്റയും വരും. ഡാറ്റ സെറ്റ് ആവുന്ന സമയത്ത് കോമ്പോണന്റ് റീറെൻഡർ ചെയ്യും സബ്മിറ്റ് ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ പാസ് ചെയ്ത് വരുന്ന ഫംഗ്ഷനിലേക്ക് ഈ ഡാറ്റ പാസ് ചെയ്തെടുക്കുക, ഫോം ഡാറ്റേനെ റീസെറ്റ് ചെയ്യുക. അടുത്തത് ഞാൻ ഈ യൂസർ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേജാണ് എഴുതുന്നത്. ഇത് ഞാൻ ഓൾറെഡി ഇതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ യൂസേഴ്സിന്റെ ഡാറ്റ വരും, അതുപോലെ തന്നെ ഡിലീറ്റും എഡിറ്റും ഇവിടെയാണ് ആ 2 ബട്ടൺ ഉള്ളത്. ഓക്കെ, അതായത് മെറ്റ എഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസർ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നത്, ഈ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ എഡിറ്റ് യൂസറിന്റെ ഡാറ്റ കറസ്പോണ്ടിങ് എഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ സെറ്റ് ആവും. ഓക്കെ, അതേപോലെ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഡിലീറ്റ് ചെയ്യേണ്ട യൂസർ ഐ ഡി പാസ് ചെയ്യും. ഇതിന്റെ സ്ട്രക്ചർ ഞാൻ പറയാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് നമ്മുടെ സിസ്റ്റത്തിലുള്ള യൂസേഴ്സ് കംപ്ലീറ്റ് വരും. ആ യൂസറിൽ കൂടെ മാപ്പ് ചെയ്തിട്ട് ഒരു HTML ടേബിൾ ത്രൂ അതിനെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതായത് HTML ടേബിളിൽ 3 കോളം ആണുള്ളത്, നെയിം ഉണ്ട്, ഇമെയിൽ ID ഉണ്ട്. ആക്ഷന്റെ അകത്ത് നമ്മൾ ഈ 2 ബട്ടൺ, അതായത് എഡിറ്റും ഡിലീറ്റും, അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ ലിസ്റ്റിൽ ഓരോ യൂസറിന്റെയും കൂടെ ഓരോ അപ്ഡേറ്റ് ബട്ടൺ ഉണ്ടാവും. ആ അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ സെറ്റ് ആവും. ഈ കോമ്പോണന്റ് റീറെൻഡറിങ് ചെയ്ത് ഇതിലേക്ക് വാല്യൂ എന്തായിക്കോളും, സെറ്റ് ആയിക്കോളും. അതുപോലെ തന്നെ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ട യൂസർ ID പാസ് ചെയ്ത് പോയി ഡിലീറ്റിന്റെ ഫംഗ്ഷനാലിറ്റിയും വരും. യൂസേഴ്സിന്റെ ഡാറ്റ വന്നു, അതൊരു HTML ടേബിളിൽ നമ്മളിവിടെ റെൻഡർ ചെയ്തു. കൂടെ 2 ബട്ടൺസ് ഉണ്ട്, അതായത് ഓരോ യൂസറിന്റെയും കൂടെ ഈ 2 ബട്ടൺ ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ യൂസർ ലിസ്റ്റിൽ. നെക്സ്റ്റ് നമുക്ക് മാനേജ് യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോമ്പോണന്റിനെ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെയാണ് നമ്മൾ ഡാറ്റാബേസിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഫംഗ്ഷനാലിറ്റി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇതിനെ ഞാൻ 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ജസ്റ്റ് എന്താ പറയുക, നമ്മുടെ ഇന്റർഫേസിന്റെ ഫംഗ്ഷനാലിറ്റി, അതായത് ഇവിടെ നമ്മൾ ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കും. നമ്മൾ
പുതിയൊരു യൂസർ സർവീസസ് ഡോട്ട് JS ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ, ഇവിടെ നിന്നിട്ടാണ് ഫയർബേസിന്റെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസിനെ കോഡ് ചെയ്തിട്ട് ഡാറ്റ അപ്ഡേറ്റ്, ഡിലീറ്റ്, ആഡ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ മാനേജ് യൂസറിൽ വരിക. ഇതിൽ JXന്റെ കോമ്പോണന്റ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒന്നിലൊരു ഡിവിഷൻ ഉണ്ട്. ഇവിടെ നിന്നിട്ട് നമ്മുടെ രണ്ട് ഫംഗ്ഷണൽ കോമ്പോണൻസിനെ കോൾ ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത യൂസ് ഫോമിനെയും യൂസർ ലിസ്റ്റിനെയും. ഈ യൂസ് ഫോം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അവിടേക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഫംഗ്ഷനും എഡിറ്റ് ചെയ്യുവാണെങ്കിൽ മീൻസ് യൂസർ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ എഡിറ്റ് ചെയ്യേണ്ട യൂസറിന്റെ ഡാറ്റ കൺട്രോൾസിലേക്ക് ഫില്ല് ചെയ്യണം. അപ്പൊ ആ രണ്ട് വാല്യൂ ആണ് പാസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂസർ ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസേഴ്സ് അപ്പോൾ ലിസ്റ്റ് ചെയ്യേണ്ട ഡാറ്റയും അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യേണ്ട ഫംഗ്ഷനും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യേണ്ട ആ ഒരു ഫംഗ്ഷനും, ഈ രണ്ട് ഫംഗ്ഷനുമാണ് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഈ ഫംഗ്ഷൻസ് ഒന്നും നമ്മൾ എഴുതിയിട്ടില്ല, ഈ ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ എഴുതണം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കോൺഫിഗറേഷന്റെ ഫയൽ എടുക്കുക. ഇവിടെ നമ്മൾ മോംഗോഡിബിയിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പോകുന്നതിന് മുന്നിൽ SQLിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പോകുന്നതിന് മുന്നേ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യൂലേ, അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ആദ്യം നമ്മുടെ DBയിലേക്ക് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അതിന് നമ്മുടെ പ്രൊജക്റ്റില് നമ്മൾ ഇപ്പൊ ഒതന്റിക്കേഷൻ അല്ലേ ചെക്ക് ചെയ്തത്, ഒതന്റിക്കേഷന് താഴെ ഫയർസ്റ്റോർ ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡാറ്റാസ് ഉണ്ടാവും, അതുപോലെ തന്നെ റൂൾസ് ഉണ്ടാവും. അപ്പൊ റൂൾസ് ബൈ ഡിഫാൾട്ട് ആയിട്ട് ഫോൾസ് ആയിട്ടായിരിക്കും കിടക്കുക. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു റൂൾസിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലാണ് ചെയ്യുന്നതെന്ന്. അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഫുൾ പെർമിഷൻ കൊടുക്കുവാണ്, അതായത് റൂൾസ് ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യുവാണ്. ആർക്ക് വേണമെങ്കിലും എന്റെ ഡാറ്റാബേസ് റീഡ് ചെയ്യുകയും അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സെക്യൂരിറ്റി പർപ്പസിന് നമ്മൾ മസ്റ്റ് ആയിട്ടും ഇത് നമ്മൾ ഒരു റൂൾസ് പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന്. സെക്യൂരിറ്റി റൂൾസ് ആർ ഡിഫൈൻഡ് ആസ് പബ്ലിക് ആയിട്ടാണ് ഇപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിവൺ ക്യാൻ സ്റ്റീൽ, മോഡിഫൈ, ഡിലീറ്റ് ഡാറ്റ ഇൻ യുവർ ഡാറ്റാബേസ്. ആർക്ക് വേണമെങ്കിലും ഈ ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ കേർഡ് ഓപ്പറേഷൻസ് ചെയ്യുന്നതുകൊണ്ട് ഇത് പബ്ലിക് ആയിട്ട് ചെയ്യുവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഓരോ റൂൾസ് ആയിട്ട് എടുത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എവിടെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതൊരു നോൺ SQL ഡാറ്റാബേസ് ആണ്. നമ്മൾ MongoDB ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലേ. MongoDB അറിയില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി. എക്സ്പ്രസ് JS, Node.jsന്റെയും അതേ MongoDBന്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. ഇവിടെയും നമ്മൾ കളക്ഷൻസും ഡോക്യുമെന്റ്സും ആയിട്ടാണ്, ഫീൽഡ്സും ആയിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് തീരെ MongoDB അറിയില്ലെങ്കിൽ കളക്ഷൻ എന്ന് പറയുന്നത് SQL ഡാറ്റാബേസിലെ ടേബിൾസ് പോലെയാണ്. ഇവിടെ കളക്ഷൻ, അവിടെ നമ്മൾ റോസും കോളംസും ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ ഇവിടെ ഡോക്യുമെന്റ്സിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പൊ എന്താ ഡോക്യുമെന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ JSON ലൈക്ക് ഫോർമാറ്റ് ആണ്, കീ വാല്യൂ പെയേഴ്സ് ആയിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അതായത് ഇവിടെ ഒന്നും കൂടെ ഫ്ലെക്സിബിൾ ആണ്. ഇപ്പൊ ടേബിൾസിന്റെ പ്രത്യേകത അവിടെ ഫിക്സ്ഡ് നമ്പർ ഓഫ് കോളംസ് ആയിരിക്കും ഉണ്ടാവുക. അത്രയും കോളംസിലല്ലേ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ഒരു ഡോക്യുമെന്റിൽ 2 കീ വാല്യൂ പെയർ ആണ്, വേറൊരു ഡോക്യുമെന്റിൽ 3 പ്രോപ്പർട്ടി സ്റ്റോർ ചെയ്യാം. അതായത് ഒരു ഡോക്യുമെന്റിൽ നെയിം ആണെങ്കിൽ വേറൊരു ഡോക്യുമെന്റിൽ നെയിമും ഇമെയിൽ ഐഡിയും സ്റ്റോർ ചെയ്യാം. അതാണ് ഇതിന്റെ ഫ്ലെക്സിബിലിറ്റി. അല്ലാതെ നമുക്ക് ഫീൽഡ്സ് ഒക്കെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. ഇനി നമുക്ക് ഈ ഫയലിൽ വന്നിട്ട് നമ്മൾ പറഞ്ഞു ഫയർ സ്റ്റോർ ആണ് ഈ ഒരു ഡാറ്റാബേസിന്റെ ഫംഗ്ഷനാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്. അപ്പൊ ഫയർ സ്റ്റോറിൽ നിന്ന് ഗെറ്റ് ഫയർ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഇത് നമ്മൾ ഒതന്റിക്കേഷന്റെ വേരിയബിൾ ഇമ്പോർട്ട് ചെയ്തപോലെ തന്നെ ഇവിടെ DB എന്ന് പറഞ്ഞിട്ട് ഡാറ്റാബേസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിന്റെ ഗെറ്റ് ഫയർ സ്റ്റോർ മെത്തേഡിനെ കോൾ ചെയ്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷനെ പാസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് DB ഇവിടെ കിട്ടി. ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഡാറ്റാബേസ് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുക, ആ വേരിയബിളിനെ എക്സ്പോർട്ട് ചെയ്യാം. ഇനി തിരിച്ച് നമ്മൾ ഇവിടെ വന്നിട്ട് മാനേജറിൽ വന്നിട്ട് ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ യൂസ് ഫോമിനെ ഫ്രം കോമ്പോണൻസിൽ യൂസർ ഫോമിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ യൂസർ ലിസ്റ്റിനെയും കോമ്പോണൻസിന് യൂസർ ലിസ്റ്റിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഇനി ഞാൻ എന്റെ യൂസർ സർവീസസ് എല്ലാം എഴുതിയിട്ട് തിരിച്ച് ഈ ഫയലിൽ വന്നിട്ട് ഈ 4 ഫംഗ്ഷൻസിനെ ഇംപ്ലിമെന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ആദ്യം യൂസർ സർവീസിലേക്ക് വരിക. യൂസർ സർവീസിൽ എനിക്ക് ആവശ്യമുള്ള ബിൽറ്റിൻ ആയിട്ടുള്ള ഫംഗ്ഷൻസിനെ ഇമ്പോർട്ട് ചെയ്യണം. ഫസ്റ്റ് ഞാൻ പറഞ്ഞു നമ്മളവിടെ ടേബിൾസിൽ വരും കളക്ഷൻസും ഡോക്യുമെന്റ്സും ആണ് ചെയ്യുന്നതെന്ന്. സോ കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽറ്റിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് കളക്ഷൻ എന്ന് പറയുന്നത്, അതെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഡോക്യുമെന്റ്സ് ആഡ് ചെയ്യാൻ വേണ്ടി ആഡ് ഡോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്, പുതിയ യൂസറിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി സ്പെസിഫിക് ഡോക്കിനെ ആക്സസ് ചെയ്യാനേ ഡോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ എല്ലാ ഡോക്യുമെന്റ്സിനെയും ആക്സസ് ചെയ്യാനേ ഗെറ്റ് ഡോക്ക് ഫംഗ്ഷൻ ഉണ്ട്. അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ഡോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ,
അതിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിലീറ്റ് ഡോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ നമുക്ക് ആവശ്യമുള്ള ഫംഗ്ഷൻസിനെ ഇമ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മളൊരു db വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഒബ്ജക്റ്റിനെയും കൂടെ നമ്മുടെ // സർവീസസിന്ന് സർവീസസിലല്ലോ കോൺഫിഗിന്ന് ഫയർബേസിന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഇനി ഞാൻ ഫസ്റ്റ് ഒരു കളക്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. യൂസർ കളക്ഷൻ എന്നാണ് വേരിയബിൾ നെയിം കൊടുക്കുന്നത്. ഈക്വൽ ടു നമ്മുടെ കളക്ഷൻ ഒബ്ജക്റ്റ് പാസ് ചെയ്യാം. നിങ്ങൾക്ക് രണ്ട് വിധത്തിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഇവിടെ പോയി മാനുവൽ ആയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ കളക്ഷൻ ഈ ഒരു ക്ലൗഡ് സ്റ്റോറിൽ വന്നിട്ട് മാനുവലി ക്രിയേറ്റ് ചെയ്ത ഫീൽഡ് ഒക്കെ സെറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പ്രൊജക്റ്റിൽ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തോളും. ഈ കളക്ഷൻ മെത്തേഡിൽ രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ dbയും അതുപോലെ തന്നെ നമ്മുടെ സിംഗിൾ കോട്ട്സിൽ നമ്മൾ എന്താണ് കളക്ഷൻ നെയിം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കളക്ഷൻ നെയിം കൊടുക്കുക. അപ്പൊ നമ്മൾ യൂസേഴ്സിന്റെ ഡാറ്റ ഇപ്പൊ നമ്മൾ SQL ടേബിൾ നെയിം കൊടുക്കുന്ന പോലെ തന്നെ ഇവിടെ കളക്ഷൻ നെയിം കൊടുക്കുക. ഇപ്പൊ നോൺ SQL അറിയില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ് കേട്ടോ. അപ്പൊ കളക്ഷൻ നെയിം കൊടുത്ത് നമ്മളൊരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഓരോ ഫംഗ്ഷൻ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. ഫസ്റ്റ് ഞാൻ ആ യൂസറിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ആഡ് യൂസർ എന്നാണ് ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നത്. ഈക്വൽ ടു അസിൻക്രണസ് ഫംഗ്ഷൻ ആയിരിക്കുമല്ലോ. അസിങ് ഫംഗ്ഷൻ ആണ്. ഇപ്പൊ യൂസറിനെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റ നമുക്ക് വരും. ഇത് യൂസർ എന്ന് പറഞ്ഞിട്ട് ഇത് മാനേജ് യൂസറിൽ നിന്നാണ് ഈ ഫംഗ്ഷനെ ട്രിഗർ ചെയ്യുന്നത്. ആഡ് യൂസർ ഫംഗ്ഷൻ വരും. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, ലിസ്റ്റിന്റെ റിട്ടേൺ ചെയ്യുക. ഈ മെത്തേഡ് നമ്മൾ ഓൾറെഡി ആഡ് ഡോഗ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എടുത്തിട്ടുണ്ട്. ഇവിടേക്ക് നമ്മൾ നമ്മുടെ ഏത് കളക്ഷനിലേക്കാണോ ആഡ് ചെയ്യേണ്ടത്, ഇപ്പൊ യൂസർ കളക്ഷൻ അല്ലേ നമ്മുടെ കളക്ഷൻ നെയിം, ഇപ്പൊ കളക്ഷൻ നെയിമും അതുപോലെ തന്നെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റയും പാസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ബിൽറ്റ് ഇൻ ഫംഗ്ഷനെ കോൾ ചെയ്യുക, ഏത് കളക്ഷൻ ആണോ അതും ആഡ് ചെയ്യേണ്ട ഡാറ്റയും പാസ് ചെയ്യാം. ഈ ഫംഗ്ഷൻ എനിക്ക് ആ പേജിൽ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ എക്സ്പോർട്ട് ചെയ്യുവാണ് കേട്ടോ. നമ്മൾ യൂസറിനെ ആഡ് ചെയ്തു. കമന്റ് ആഡ് ചെയ്യാം, ആഡ് യൂസർ. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ യൂസേഴ്സിനെയും നമ്മൾ ഫെച്ച് ചെയ്യുവാണ്. അപ്പൊ ഞാൻ ഫെച്ച് യൂസർ എന്നാണ് ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നത്. ഈ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് മീൻസ് ആ പേജിൽ ആവശ്യമുള്ളത് കൊണ്ട് മാനേജിൽ ആവശ്യമുള്ളത് എക്സ്പോർട്ട് ചെയ്യുവാണ്. ഇവിടെ ഞാൻ ഗെറ്റ് യൂസർ എന്നാണ് ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നത്. ഈക്വൽ ടു അസിങ് മെത്തേഡിനെ കോൾ ചെയ്യുക. എഗെയിൻ ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് ജസ്റ്റ് എല്ലാ യൂസേഴ്സിനെയും ആക്സസ് ചെയ്യണം. അപ്പൊ ഞാൻ യൂസർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് എഗെയിൻ അവൈറ്റ് മെത്തേഡ് നമ്മൾ ഗെറ്റ് ഡോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് ഉണ്ട്. ഇവിടെ നമ്മൾ ഏത് കളക്ഷനിൽ നിന്നാണോ ഇത് ആക്സസ് ചെയ്യേണ്ടത് ആ കളക്ഷൻ പാസ് ചെയ്തെടുക്കുക. അപ്പൊ ആ കളക്ഷനിലെ എൻ്റയർ ഡോക്യുമെന്റ് കിട്ടി. ഇനി ഇതിനെ നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ ഞാൻ യൂസർ ഡീറ്റെയിൽസ് യൂസർ കളക്ഷനിൽ കൂടെ ഇന്ന് നമ്മുടെ ഡോക്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. ഞാൻ കൺസോൾ ചെയ്ത് കാണിച്ചു തരാം. ആ ഡോക്സിൽ കൂടെ മാപ്പ് ചെയ്തിട്ട് നമുക്ക് ഓരോ ഡോക്യുമെന്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഈ ഡോക്യുമെന്റിൽ നമ്മൾ പാസ് ചെയ്യുമ്പോൾ എങ്ങനെയാ പാസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ID നമുക്ക് കിട്ടില്ല. അതായത് നമ്മൾ ഓരോ ഡോക്യുമെന്റ് ഇപ്പൊ നമ്മൾ സേവ് ചെയ്യുന്നത് നെയിമും അതുപോലെ തന്നെ ഇമെയിൽ ID അല്ലേ. ഓരോ പ്രാവശ്യം ഈ റെക്കോർഡ് സേവ് ആകുമ്പോൾ അതിന്റെ കൂടെ യുണീക്ക് ആയിട്ടൊരു ഐഡിയും കൂടെ ജനറേറ്റ് ആവുന്നുണ്ട്. അത് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ആ ID പാസ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഡോക്കിൽ നമുക്ക് ID കിട്ടും. ആ ഐഡിയും അതുപോലെ തന്നെ ഈ ഡോക്കിൽ നിന്ന് ഡാറ്റേനെ ഡീസ്ട്രക്ചറിങ് ചെയ്ത് ഡാറ്റ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് എൻ്റയർ ഡാറ്റേനെയും കൂടെ പാസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എൻ്റയർ യൂസറിനെ ഫെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത നമുക്ക് യൂസറിനെ അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് യൂസറിന്റെ ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യുക. എഗെയിൻ എക്സ്പോർട്ട് ചെയ്യുക. കോൺസ്റ്റ് അപ്ഡേറ്റ് യൂസർ ഈക്വൽ ടു അസിൻക്രണസ് ഫംഗ്ഷൻ. ഇനി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പാരാമീറ്റേഴ്സാ വരിക, ആ ഏത് യൂസറിന്റെ ആണോ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആ പർട്ടിക്കുലർ യൂസറിന്റെ ID വരും. അതുപോലെ തന്നെ യൂസർ അപ്ഡേറ്റഡ് ഡാറ്റയും വരും, അപ്ഡേറ്റ് ചെയ്യേണ്ട ഡാറ്റയും വരും. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ യൂസറിന്റെ ഡോക്യുമെന്റിനെ ഫെച്ച് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. യൂസർ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള എക്സിസ്റ്റിംഗ് ഡാറ്റേനെ ഫെച്ച് ചെയ്യണം. ഇന്ന് ഡോക് ഫംഗ്ഷൻ ത്രൂ നമ്മൾ ഈ ഏത് കളക്ഷൻ ആണോ മീൻസ് കളക്ഷന്റെ നെയിമും അതുപോലെ തന്നെ നമ്മുടെ ഐഡിയും പാസ് ചെയ്ത് കൊടുത്ത് ആ പർട്ടിക്കുലർ കളക്ഷനെ ഫെച്ച് ചെയ്യാം. മീൻസ് പർട്ടിക്കുലർ യൂസറിന്റെ ഡാറ്റ ഫെച്ച് ചെയ്യാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അപ്ഡേറ്റ് ഡോക് ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് നമ്മൾ ഈ യൂസർ ഡോക്കും എക്സിസ്റ്റിംഗ് യൂസർ ഡാറ്റയും അതുപോലെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട അപ്ഡേറ്റ് യൂസർ ഡാറ്റയും കൂടെ
നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട ഡാറ്റയും കൂടെ പാസ് ചെയ്തെടുക്കുക. അപ്പൊ ഒന്നുമില്ല, ഫസ്റ്റ് നമ്മൾ ആ പർട്ടിക്കുലർ യൂസറിന്റെ ID വെച്ചിട്ട് യൂസർ ഡാറ്റ ഫെച്ച് ചെയ്തു. ആ എക്സിസ്റ്റിംഗ് യൂസർ ഡാറ്റയും അപ്ഡേറ്റഡ് യൂസർ ഡാറ്റയാണ് ഈ ഒരു ഫംഗ്ഷനിൽ പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫൈനലി നമുക്ക് എന്ത് ചെയ്യാം, യൂസറിനെ ഡിലീറ്റ് ചെയ്യാം. എക്സ്പോർട്ട് കോൺസ്റ്റ് ഡിലീറ്റ് യൂസർ ഫംഗ്ഷനെ കോൾ ചെയ്യാം. അഗൈൻ അസിങ് ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെയും നമ്മൾ ഇവിടെ ചെയ്ത സെയിം കാര്യങ്ങൾ ചെയ്യണം. അതായത് നമുക്ക് ഡിലീറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു യൂസർ ID മാത്രമേ, ഡിലീറ്റ് ചെയ്യേണ്ട യൂസറിന്റെ ID മാത്രമേ കിട്ടുള്ളൂ. ആദ്യം നമ്മൾ അപ്ഡേറ്റിൽ എന്താണോ ചെയ്തത് അത് തന്നെ ചെയ്യണം. അതായത് യൂസറിന്റെ ഡാറ്റേനെ ഫെച്ച് ചെയ്യണം. അപ്പോൾ ഡോക് മെത്തേഡ് ത്രൂ നമ്മൾ ഫസ്റ്റ് നമ്മൾ DB ഏത് കളക്ഷനിൽ നിന്നാണോ ഫെച്ച് ചെയ്യേണ്ടത് ആ കളക്ഷന്റെ നെയിമും അതുപോലെ തന്നെ ID പാസ് ചെയ്ത് കൊടുക്കുക. സോറി, ഞാനിവിടെ DB വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഡാറ്റാബേസിന്റെ ഒബ്ജക്റ്റും ഏത് കളക്ഷനിൽ നിന്നാണോ ഫെച്ച് ചെയ്യേണ്ടത് ആ കളക്ഷന്റെ നെയിമും ID പാസ് ചെയ്ത് കൊടുക്കുക. യൂസർ ഡാറ്റ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അഗെയിൻ റിട്ടേൺ അവൈറ്റ് നമ്മുടെ ഡിലീറ്റ് ഡോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിനെ കോൾ ചെയ്തിട്ട് നമുക്ക് ആ യൂസർ ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഈ പർട്ടിക്കുലർ യൂസർ ഡാറ്റ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റർ യൂസർ ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഫയർബേസിന്റെ ഡാറ്റാബേസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫംഗ്ഷനാലിറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്തു. ആഡ്, ഗെറ്റ്, അപ്ഡേറ്റ്, ഡിലീറ്റ് യൂസർ. ഇനി തിരിച്ച് നമ്മുടെ മാനേജ് യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള പേജിലേക്ക് വന്നിട്ട് ഈ ഒരു ഫങ്ഷൻസ് എല്ലാം ഇമ്പോർട്ട് ചെയ്യുക. അതായത് ഗെറ്റ് യൂസർ, ആഡ് യൂസർ, അപ്ഡേറ്റ് യൂസർ, ഡിലീറ്റ് യൂസർ ഫങ്ഷനാലിറ്റീസ് എല്ലാം ഫസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇനി എനിക്ക് ഇതിൽ 2 സ്റ്റേറ്റ് പ്രോപ്പർട്ടി വേണം. ഫസ്റ്റ് നമ്മൾ യൂസേഴ്സിന്റെ ലിസ്റ്റ് ഫെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് പ്രോപ്പർട്ടി വേണം. അതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് യൂസർ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ് പ്രോപ്പർട്ടി യൂസ് സ്റ്റേറ്റ് ഹുക്കിനെ കോൾ ചെയ്യാം. അതിന്റെ ഇനിഷ്യൽ വാല്യൂ എന്തായിരിക്കും? ഇനിഷ്യലി നമുക്ക് ഡാറ്റ ഒന്നും ഇല്ലാത്തതുകൊണ്ട് empty ആയിരിക്കും. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ് പ്രോപ്പർട്ടി യൂസർ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഡാറ്റനെ എഡിറ്റ് ചെയ്യാൻ കൊടുക്കും അല്ലെ. അപ്പം എഡിറ്റിംഗ് യൂസർ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ് പ്രോപ്പർട്ടി സെറ്റ് എഡിറ്റ് യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെയും കോൾ ചെയ്യുക. അതിന്റെ ഇനിഷ്യൽ വാല്യൂ നള്ളായിരിക്കും. ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് എൻ്റർ യൂസറിന്റെ ഡോക്യുമെന്റിനെ ഫെച്ച് ചെയ്യണം അല്ലെ. അപ്പൊ ഞാൻ കോൺസ്റ്റ് ഫെച്ച് യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ എഴുതുന്നു ഈക്വൽ ടു അസിങ് ഫംഗ്ഷൻ. അസിങ് ഫംഗ്ഷനെ കോൾ ചെയ്യുക. ആരോ ഫംഗ്ഷൻ എഴുതുക. ഇതിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി ഗെറ്റ് യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ യൂസർ സർവീസിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ആ ഫംഗ്ഷനെ കോൾ ചെയ്താൽ മതി. അപ്പൊ ഞാൻ കോൺസ്റ്റ് ഡാറ്റ എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് അവൈറ്റ് ഗെറ്റ് യൂസർ ഫംഗ്ഷൻ. ഇവിടെ നമുക്ക് പാരാമീറ്റേഴ്സ് ഒന്നും ഇല്ലല്ലോ. എൻ്റർ യൂസറിന്റെ ഡാറ്റയാണ് ഫെച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മുടെ സെറ്റ് യൂസേഴ്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് ഈ ഡാറ്റേനെ ഓൾറെഡി ഇവിടെ മാപ്പ് ചെയ്തിട്ട് നമ്മൾ IDയും ഡാറ്റയായിട്ടാണല്ലോ വരുന്നത്. ഡാറ്റേനെ കോൾ ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം, യൂസർ ഫെറ്റ് ഹുക്കിനെ കോൾ ചെയ്തിട്ട് നമുക്ക് ഇനീഷ്യലി പേജ് ലോഡ് ചെയ്യുമ്പോൾ തന്നെ എക്സിസ്റ്റിംഗ് യൂസേഴ്സിനൊക്കെ കാണിക്കണം. അപ്പൊ അതിന്റെ ഡിപ്പെൻഡൻസി ആരെ ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്താൽ മതി. ആരെ നള്ളായിരിക്കും. ഇവിടെ ഈ ഫെച്ച് യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുക. അപ്പൊ ഇനിഷ്യലി എന്തായി, നമ്മുടെ ഈ ഡാറ്റ ഫെച്ച് ചെയ്ത് യൂസർ ലിസ്റ്റ് അതിനെ ഡിസ്പ്ലേ ചെയ്തോളും. ഇനി നെക്സ്റ്റ് നമ്മൾ യൂസർ ഡാറ്റ സെറ്റ് ചെയ്തു. ഫസ്റ്റ് പാരാമീറ്റർ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ആഡും അപ്ഡേറ്റും ഫംഗ്ഷനാലിറ്റി ഇംപ്ലിമെന്റ് ചെയ്യാം. കോൺസ്റ്റ് ആഡ് ഓർ അപ്ഡേറ്റ് അസിങ് ഫംഗ്ഷൻ ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യണം അല്ലേ. ഒന്നുകിൽ ഡാറ്റ ആഡ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാനായിരിക്കും. അപ്പൊ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എഡിറ്റ് യൂസർ എന്ന് പറഞ്ഞ്. അത് ആ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വേരിയബിളിൽ ഡാറ്റ സെറ്റ് ആവും. അപ്പം എഡിറ്റ് യൂസറിലെ ഡാറ്റ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, നമ്മൾ ഡാറ്റ അപ്ഡേറ്റ് ആണ് ചെയ്യേണ്ടത്. അവൈറ്റ് അപ്ഡേറ്റ് യൂസറിനെ കോൾ ചെയ്യുക. അവിടെ നമ്മൾ ഫസ്റ്റ് എഡിറ്റിംഗ് യൂസറിൽ നിന്ന് ID എന്താണോ IDയും പാസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ട ഡാറ്റ നമുക്ക് ഈ ഫംഗ്ഷന്റെ ഇൻപുട്ട് ആയിട്ട് വരും. അപ്പൊ എന്ത് ചെയ്യുക, ആ ഡാറ്റയും പാസ് ചെയ്ത് കൊടുക്കുക. ഇനി അല്ല, എഡിറ്റ് യൂസറിന്റെ വാല്യൂ empty ആണെങ്കിൽ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന യൂസർ ആയിരിക്കും. ആഡ് യൂസറിനെ കോൾ ചെയ്തിട്ട് ഈ ഒരു യൂസർ ഡാറ്റ പാസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ആഡിന്റെയും അപ്ഡേറ്റിന്റെയും ഫംഗ്ഷനാലിറ്റി ഇംപ്ലിമെന്റ് ചെയ്തു. ഇനി നമുക്ക് ഫൈനലി ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ ഏതാ, ഡിലീറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ ആണല്ലേ. അപ്പൊ ഞാൻ
ഹാൻഡിൽ ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യുവാണ്. ഈക്വൽ ടു അഗെയിൻ ഇത് അസിൻക്രണസ് ഫംഗ്ഷൻ ആണ്. ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ നമുക്ക് പാരാമീറ്റർ ആയിട്ട് വരുന്ന എന്താണ്, ID ആണ് വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഡിലീറ്റ് യൂസർ ഫംഗ്ഷനെ കോൾ ചെയ്ത് ഈ ID പാസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു യൂസർ ലിസ്റ്റ് അപ്ഡേറ്റ് ആയി വരണം. അതുപോലെ തന്നെ നമുക്ക് ആഡിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ ആഡ് ചെയ്യാൻ വിട്ടുപോയി, അതായത് പുതിയ യൂസറിനെ ആ ലിസ്റ്റിലേക്ക് കാണിക്കണ്ടേ. അതുപോലെ തന്നെ സെറ്റ് എഡിറ്റിംഗ് യൂസറിനെ എന്ത് ചെയ്യണം, എംപ്റ്റി ആയിട്ട് സെറ്റ് ചെയ്യണം, നല്ലതായിട്ട് സെറ്റ് ചെയ്യണം. സോറി, ബ്രാക്കറ്റ് മാറി. അപ്പൊ ഇത്രയും ഫംഗ്ഷനാലിറ്റിയാണ് നമുക്ക് മാനേജ് യൂസറിലുള്ളത്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് കേഡ് ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ആയി. അതായത് ഇവിടുന്ന് നമ്മുടെ യൂസ് ഫോമിൽ നിന്ന് അപ്ഡേറ്റ് ബട്ടന്റെ ക്ലിക്ക് മീൻസ് ആഡ് ബട്ടന്റെ ക്ലിക്ക് വരുമ്പോൾ അവിടുന്ന് ഈ ആഡ് ബട്ടണിലേക്ക് വരും. ഒന്നെങ്കിൽ അപ്ഡേറ്റ് ചെയ്യും അല്ലെങ്കിൽ ആഡ് ചെയ്യും. അതുപോലെ തന്നെ ഡിലീറ്റിന്റെ ക്ലിക്ക് വരുമ്പോൾ ഡിലീറ്റിന്റെ ഐഡിയും കൊണ്ട് വന്ന് ഡിലീറ്റ് ചെയ്ത് യൂസർ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ആഡ് ചെയ്യുമ്പോഴും ആഡ് ചെയ്തതിനു ശേഷം യൂസർ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യും. ഇനിഷ്യലി യൂസർ ലിസ്റ്റിനെ ലോഡ് ചെയ്യും. നമുക്ക് ബ്രൗസറിൽ വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ലോഗിൻ ചെയ്യാം. ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഇമെയിൽ ഐഡിയും പാസ്വേഡും വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. സക്സസ്ഫുള്ളി നമ്മുടെ മാനേജ് യൂസർ പേജിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് റെക്കോർഡ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു എഡിറ്റും ഡിലീറ്റും ഉള്ളൂ. ഞാനൊരു പുതിയ യൂസറിനെ ആഡ് ചെയ്യുവാണ് കേട്ടോ. അനു സിജു എന്നാണ് കൊടുക്കുന്നത്. ഇമെയിൽ ഐ ഡി anu@gmail.com എന്ന് കൊടുക്കുന്നു. ആഡ് യൂസർ. ഫയർബേസിൽ ഒരു empty റോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഈ empty വന്നത്. നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കൺട്രോൾസിലേക്ക് വാല്യൂസ് ലോഡ് ആവുന്ന അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഞാൻ അനുവിന്റെ ഇമെയിൽ ഐ ഡി അനു എസ് ആക്കിയില്ലേ, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പൊ ഈ റോയും കൂടെ ഡിലീറ്റ് ചെയ്യാം. എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ റോ ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ എലോര ജോസഫ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു റോ ആഡ് ചെയ്യാണ്. elora@gmail.com എന്ന് കൊടുക്കുന്നു. ആഡ് യൂസർ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ലിസ്റ്റ് റിഫ്രഷ് ആയി. നമുക്ക് എലോരന്റെ ഇമെയിൽ ഐ ഡി വരെ elora.s എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പൊ empty ലിസ്റ്റ് ക്രിയേറ്റ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഫയർബേസിന്റെ ഒരു കോഡും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ.